ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഒരു സൽക്കാരുണ്ട്. കുടുംബത്തിൽ ആരെ കല്യാണം കഴിഞ്ഞാലും നമുക്ക് വേഗം സൽക്കരിക്കണം കേട്ടോ. അപ്പോൾ ഓല് ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട് കേട്ടോ. ഓരോ വിളിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ 4 പെൺമക്കളായതുകൊണ്ട് 3 കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ 3 വന്നിട്ടുണ്ടായിരുന്നു സൽക്കാരത്തിന് വേണ്ടിയിട്ടോ. അങ്ങനെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തൽ കേട്ടോ. അല്ലാണ്ട് മക്കളും സ്കൂളും കാര്യങ്ങളും ചുറ്റുപാടുകളും ആയതുകൊണ്ട് വരാൻ ഒഴിവുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഈ ഉമ്മക്കുള്ളൊരു അസുഖമാണ് ഇങ്ങനെ വടിയെടുത്ത് തുടച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണം വടിയെടുത്ത് ഇങ്ങനെ ഇപ്പോൾ എൻ്റെ രാത്രിയും ഞാൻ ഇവിടെ ക്യാമറ വീഡിയോ എടുക്കുന്ന അമ്മ കണ്ടില്ല. എൻ്റെ അമ്മ പേടിച്ചു പോയി പറഞ്ഞിട്ട് എന്നെ ചീത്ത അറിയാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വടിയും കൊണ്ടിട്ട് നട്ടപ്പോൾ അതിലേക്ക് തുടക്കാൻ വേണ്ടിയിട്ട് നടക്കലാട്ടോ. അങ്ങനെ പിന്നെ ആരും വരവും കാര്യങ്ങളൊന്നും വേണമെന്നില്ല, വെറുതെ അങ്ങനെ തുടച്ചുകൊണ്ട് ഇറക്കും കേട്ടോ. അങ്ങനെ ഇതാക്കണ ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെ സാധനങ്ങളൊന്നും ഒരു വരാത്തതും കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതാക്കണ മക്കളും മുടിയും കാര്യങ്ങളൊക്കെ വാർന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഇതാക്കണ മന്തി ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ അനിയത്തിയും മാവൂട്ടിയത് ഞാൻ പൊരിച്ചതാണ്. പിന്നെ മന്തി ഞാൻ ഓർഡർ ചെയ്ത് വാപ്പ വാങ്ങിക്കൊണ്ടുവന്ന്. അതേമാതിരി ഇതാക്കണം കുറച്ച് ഹോർലിക്സ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോർലിക്സും അങ്ങനെ ഇതാക്കണം. കുറച്ച് ബീഫ് വരട്ടിയിട്ടുണ്ടായിരുന്നു. ബീഫ് വരട്ടിയത് ഉമ്മ കേട്ടോ, കുക്കറിൽ ഞാനല്ല കേട്ടോ. ഞാനും ബീഫ് വരട്ടി നല്ല രസമാട്ടോ. പിന്നെ കുറച്ച് ബിരിയാണി വെച്ച് അത് ദമ്മിട്ട് വെച്ചിട്ടായും ഞാനാട്ടോ വെച്ചത്. പിന്നെ കുറച്ച് ഇപ്പം കൂടി തന്നെ കേട്ടോ. പിന്നെ ഇതാക്കണം കസ്റ്റാർഡ് ഇതാക്കി വെച്ചിട്ടുണ്ട്. കസ്റ്റാർഡും ഐസ്ക്രീമും കൂടി ഒന്നിച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ കസാലും ചേർന്ന് ഓൽക്ക് ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പുറത്തുനിന്ന് ആരും അല്ലാത്തതും കൊണ്ട് നമ്മളെപ്പോഴും കാണുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ വലിയ അങ്ങനെ പവറിലൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. പിന്നെ നമ്മളെ ഒരു രീതിയിൽ അങ്ങനെ പിന്നെ ഓരെല്ലാം കൂടി കഴിച്ച് പോയതിന് ശേഷം നമുക്ക് കൈപ്പിട്ടോ. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം നമ്മളും കുത്തിയിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാനോ എനിക്ക് മന്തി ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. മന്തി ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ തന്നെ ഓർഡർ ചെയ്ത് വാപ്പ പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ്. പക്ഷേ നമ്മളവിടുത്തെ രസം ഉണ്ടാവും വിചാരിച്ചിട്ട് അവിടെ നിന്ന് വാങ്ങിയത് മന്തി രസമല്ലായിരുന്നു. ബിരിയാണി പിന്നെ രസം ഉണ്ടായിരുന്നത്. അതാണെങ്കിലും എല്ലാവരും കൂടി ഉണ്ടാക്കാൻ കൂടിയത് കൊണ്ട് ഞാൻ മാത്രമാണെങ്കിൽ രസം ഉണ്ടാവും, അല്ലെ വാപ്പ മാത്രമാണ് രസം ഉണ്ടാവും. പക്ഷേ എല്ലാവരും കൂടിയിട്ട് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല കേട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ പിന്നെ വീട്ടിൽ പിറ്റേന്നാട്ടോ വന്നത്. പിറ്റേന്ന് വന്നിട്ട് ഓമശ്ശേരി നമ്മളെ വർക്കിനും ക്ലാസ്സിനും എല്ലാം കൂടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ക്ലാസ് വർക്ക് രണ്ടും കൂടി നിങ്ങളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്. ക്ലാസ് എന്ന് പറയുമ്പോൾ ക്ലാസ് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ അറിയാനും കാര്യങ്ങളും ഞാൻ ഈ ഡിസൈൻ വർക്കും കാര്യങ്ങളും മാർക്കറ്റിങ്ങും ഒക്കെ ആയതുകൊണ്ട് അതിനൊരു ക്ലാസ് വേറെ നമ്മൾ ഇത്ര പഠിച്ചാലും മതിയാത്തൊരു സംഭവമാണല്ലോ അതുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ വേറെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് വർക്ക് എന്ന് പറയല് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാക്കണം നമ്മളെ മുമ്പത്തെ മരങ്ങൾ ഞാൻ എന്നും നിങ്ങളോട് പറയാനുണ്ടായില്ല, ഒരുപാട് ഇല അടിക്കാൻ വരാനും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി തന്നിരിക്കണം. ഈ മുമ്പത്തെ സ്ഥലം വേറെ ആരോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മരവും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഒരു 5-10 മരങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് ഇല വിഗലും കടലിൻ്റെ മുകളിലും തിരുമണത്തൊക്കെ മഴ നല്ല വെയിലും പൊരിഞ്ഞ വെയിലും ആയിട്ടുണ്ടെങ്കിൽ പോലും മിറ്റടിക്കുന്നതിന് ഒരു കുറവുണ്ട്. കാരണം രാവിലെ നമ്മളെ വർക്കും ക്ലാസ്സും എല്ലാം കൂടി ഓടുമ്പോഴേ അടിക്കാനും കുറേ ഉണ്ടാവുമായിരുന്നു. ഏതാനും അതിനൊരു കുറവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു സമാധാനമുണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ മുറ്റവും ചുറ്റുപാടും ഒക്കെ ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കുകയാണ്. ഈ ഫോണും കാര്യങ്ങളും വന്നതിന് ശേഷം ഒരുപാട് മനുഷ്യന്മാർ വീടിൻ്റെ ചുറ്റും അടുക്കള ഭാഗവും കുപ്പയൊന്നും കാണാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഒന്ന് ഇറങ്ങി വീടിൻ്റെ ചുറ്റും ആകാശവും കവുങ്ങും തെങ്ങും ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടില്ലെങ്കിലൊക്കെ വെച്ചിട്ട് വീടിൻ്റെ ചുറ്റുപാട് കൂടിയൊക്കെ നടന്നു നോക്കേണ്ടി. ഞാൻ എന്നും ഡെയിലി വൈകുന്നേരം എനിക്ക് വീട്ടിൻ്റെ മുറ്റത്തും പറമ്പിലും ചുറ്റുപാടിലും ഒക്കെ ഒന്ന് നടക്കണം. ചില ദിവസം ഞങ്ങൾക്കിപ്പം ഈ വർക്കും ക്ലാസ്സും എല്ലാം കൂടി ആയത് കൊണ്ട് ചില ദിവസം ഭയങ്കര കൊയ്ക്കായിക്കും, വൈകുന്നേരം ഇല്ലാത്തൊരു ക്ഷീണമായിക്കൂട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഞാൻ അവിടെ കണ്ണ് മാളി ഡെയിലി അങ്ങനെ ആയി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം അങ്ങനെ ഇറങ്ങാൻ കഴിയലില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.